പാക് അധീന കാശ്മീരിൽ പാകിസ്ഥാൻ ഭീകര സംഘടനകളുടെ വമ്പൻ നീക്കങ്ങളെന്ന് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നു. പുതിയ താവളങ്ങൾ പാക് അധീന കാശ്മീരിൽ നിർമ്മിക്കുകയാണ് ലഷ്കർ ഇ തൊയ്ബ അടക്കമുള്ള ഭീകര സംഘടനകൾ. ഇന്ത്യയുടെ റഡാർ ഈ നീക്കങ്ങൾ പിടിച്ചെടുത്തിരിക്കുന്നു. എല്ലാം റഡാർ നിരീക്ഷണത്തിലെന്ന് ഇന്ത്യ വ്യക്തമായി തന്നെ പറയുകയാണ്. നീലം വാലി ജില്ലയിലെ ചില മേഖലകളിൽ പുതിയ ഒളിത്താവളങ്ങൾ സൃഷ്ടിക്കുകയാണ് പാകിസ്ഥാന്റെ ഭീകര സംഘടനകൾ. ഒരു തവണ ഇന്ത്യ ആക്രമിച്ച് തകർത്ത ഒളിത്താവളങ്ങൾ ലഷ്കർ ഇ തൊയ്ബയുടെയും ഹിസ്ബുൾ മുജാഹിദിന്റെയും ഒക്കെ ഭീകര ക്യാമ്പുകൾ പാക് അധീന കാശ്മീരിൽ നിന്ന് ഇന്ത്യ തൂത്തെറിഞ്ഞിരുന്നു. അത് വീണ്ടും പാക് അധീന കാശ്മീരിലേക്ക് നിർമ്മിക്കുകയാണ് പാകിസ്ഥാൻ. ഇതിന് പാകിസ്ഥാൻ സൈനിക ഭരണകൂടത്തിന്റെ പിന്തുണയുണ്ട്, പാകിസ്ഥാൻ സൈന്യത്തിന്റെ പിന്തുണയുണ്ട്. ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരങ്ങൾ പ്രകാരമാണെങ്കിൽ ഒരു പുതിയ മസ്ജിദ്, ഒരു മർക്കസ് നിർമ്മിച്ചിരിക്കുന്നു നീലം ജില്ലയിൽ. ജാമിയ മസ്ജിദ് IBN തമിയ മർക്കസ് എന്നറിയപ്പെടുന്ന ഒരു മർക്കസ്. ഇത് ഒരു ഭീകര ക്യാമ്പായി, ഭീകര പ്രവർത്തകരുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായി അവർ നിർമ്മിച്ചതാണ് എന്നുള്ള വാർത്തകളാണ് ഇന്ത്യ കണ്ടെത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ സൈന്യം അതീവ സൂക്ഷ്മതയോടെ പരിശോധിച്ചപ്പോൾ പാകിസ്ഥാന്റെ പുതിയ ഭീകര കേന്ദ്രങ്ങൾ POKയിൽ നിർമ്മിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നു. ഇന്ത്യ അതീവമായ ജാഗ്രതയിലാണ്. അതിർത്തികളിൽ ഇന്ത്യൻ സൈന്യം ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. പാക് അധീന കാശ്മീരിലെ ഇന്ത്യൻ അതിർത്തികളിൽ മസ്ജിദിന് സമാനമായിട്ടുള്ള മതസ്ഥാപനങ്ങൾ കൂടുതൽ നിർമ്മിക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ തന്നെ തീവ്രവാദ സംഘടനകൾ നടത്തുന്ന ചില നീക്കങ്ങളാണ് എന്ന് ഇന്ത്യ കൃത്യമായി മനസ്സിലാക്കുന്നു. ഈ മസ്ജിദുകളുടെ മറവിൽ വലിയ ഭീകര പ്രവർത്തനത്തിനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇത് ഇന്ത്യ കൃത്യമായി തന്നെ പരിശോധിക്കുകയാണ്. നീലം ജില്ലയിലെ ഒരേ ഒരു മർക്കസ് മാത്രമല്ല, ഇതിന് സമാനമായ നിരവധി മർക്കസുകൾ, നിരവധി ജുമാ മസ്ജിദുകൾ അതിർത്തികളിലുടനീളം പാകിസ്ഥാനിലെ ലഷ്കർ ഇ തൊയ്ബ അടക്കമുള്ള ഭീകര സംഘടനകൾ നിർമ്മിക്കുന്നു എന്നുള്ള ഏറ്റവും നിർണായകമായ വാർത്തയാണ് ഇപ്പോൾ ഇന്ത്യൻ സൈന്യം കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ലക്ഷ്യം ഇന്ത്യയിലേക്ക് ഭീകരാക്രമണം നടത്തുക. അതിർത്തികളിൽ നേരത്തെ തന്നെ കിടങ്ങുകൾ നിർമ്മിച്ചിരുന്നു ഭീകര സംഘടനകൾ. എന്നിട്ട് പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകര പ്രവർത്തകർക്ക് ആ കിടങ്ങുകളിൽ ഒളിച്ചിരിക്കാനുള്ള അവസരം നൽകി. മഞ്ഞ് വീഴ്ചയുടെ മറവിൽ ഇന്ത്യയിലേക്ക് ഭീകരന്മാരെ നുഴഞ്ഞു കയറ്റാനുള്ള വലിയ നീക്കം പാകിസ്ഥാൻ നടത്തി എന്നുള്ളത് നേരത്തെ ഇന്ത്യയുടെ BSF കണ്ടെത്തിയിരുന്നു. 136-ലധികം ഭീകരന്മാരെ ഇന്ത്യ പാക് അതിർത്തിയിലെ പാകിസ്ഥാനുള്ളിലുള്ള കിടങ്ങുകളിൽ സംരക്ഷിച്ചിരുന്നു പാകിസ്ഥാൻ സേന എന്നുള്ള വിവരമാണ് ഇന്ത്യൻ BSF, ഇന്ത്യൻ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് കണ്ടെത്തിയത്. അത് പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തു വരുന്നത്. ഇന്ത്യ പാക് അതിർത്തിയിൽ, പാക് അധീന കാശ്മീരിൽ വലിയ ഭീകര നീക്കം നടക്കുന്നു. ഇന്ത്യക്ക് നേരെ വലിയ ഭീകരാക്രമണത്തിനുള്ള ശ്രമങ്ങൾ പാകിസ്ഥാൻ നടത്തുന്നു. ലഷ്കർ ഇ തൊയ്ബയാണ് ഇതിന് പിന്നിൽ എന്ന നിർണായകമായ ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. BSFന്റെ IG തന്നെ ഇത്തരത്തിലുള്ള ഒരു വലിയ ഭീഷണിയുടെ കാര്യം വിളിച്ചു പറയുകയാണ്. നിരവധി പാകിസ്ഥാന്റെ ഭീകരന്മാർ അതിർത്തികളിൽ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. 120-ലധികം കൊടും ഭീകരന്മാർ പാക് അതിർത്തിയിലെ ലോഞ്ച് പാഡുകളിൽ കാത്തിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് അതിർത്തിയിലുള്ള മുഴുവൻ ലോഞ്ച് പാഡുകളെയും ഇന്ത്യ ആക്രമിച്ച് തകർത്തിരുന്നു. ആ ലോഞ്ച് പാഡുകൾ വീണ്ടും അതിർത്തിയിൽ പുനഃസൃഷ്ടിക്കുകയാണ് പാകിസ്ഥാൻ സൈന്യം ഇപ്പോൾ ചെയ്തതെന്നാണ് BSF കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും നിർണായകമായ വിവരം, നീലം ജില്ലയിൽ പാകിസ്ഥാന്റെ സഹായത്തോടുകൂടി ലഷ്കർ ഇ തൊയ്ബയുടെ വലിയ ക്യാമ്പുകൾ ആരംഭിച്ചിരിക്കുന്നു. ലഷ്കർ ഇ തൊയ്ബയുടെ പ്രധാനപ്പെട്ട ഒരു കമാൻഡർ, ഡെപ്യൂട്ടി കമാൻഡർ ഓഫ് ലഷ്കർ ഇ തൊയ്ബ റിസ്വാൻ ഹനീഫ് നീലം ജില്ലയിൽ സന്ദർശനം നടത്തിയിരിക്കുന്നു. നീലം ജില്ലയിൽ നടക്കുന്ന ഈ പുതിയ പ്രോജക്റ്റിന്റെ പുരോഗതി റിസ്വാൻ ഹനീഫ് വിലയിരുത്തിയിരിക്കുന്നു. എത്രത്തോളം നിർണായകമാണ് ലഷ്കർ ഇ തൊയ്ബയെ സംബന്ധിച്ച് ഈ പാക് അധീന കാശ്മീരിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്.
ഇന്ത്യയെ ആക്രമിക്കുക, ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുക. ഇതാണ് പാക് അധീന കാശ്മീരിലെ ലഷ്കർ ഇ തോയ്ബയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇന്ത്യ വളരെ കരുതലോടുകൂടി തന്നെ ഈ പാകിസ്ഥാന്റെ നീക്കങ്ങളെ കാണുന്നുണ്ട്. നമുക്കറിയാം, പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായിട്ടാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത്. ഓപ്പറേഷൻ സിന്ദൂറിൽ പാക് അധീന കാശ്മീരിലെ മുഴുവൻ ഭീകര കേന്ദ്രങ്ങളെയും ഇന്ത്യ തകർത്തിരുന്നു. ലഷ്കർ ഇ തോയ്ബയുടെ, ഹിസ്ബുൾ മുജാഹിദിന്റെ ഒക്കെ മുഴുവൻ കേന്ദ്രങ്ങളെയും ഇന്ത്യൻ ആക്രമണം തകർത്തരിപ്പണമാക്കിയിരുന്നു. അതിനുശേഷം ഖൈബർ പഷ്തൂങ്ക മേഖലയിലേക്ക് ലഷ്കർ ഇ തോയ്ബയുടെയും ഹിസ്ബുൾ മുജാഹിദിന്റെയും കേന്ദ്രങ്ങൾ മാറ്റാൻ അതാത് ഭീകര സംഘടനകൾ തീരുമാനിച്ചിരുന്നു. അതിന് പണം മുടക്കിയതാകട്ടെ പാകിസ്ഥാൻ ഭരണകൂടമാണ്. പാകിസ്ഥാൻ സൈന്യത്തിന്റെ കൂടി സഹായത്തോടു കൂടിയാണ് ഈ ഭീകര സംഘടനകളുടെ കേന്ദ്രങ്ങൾ ആ മേഖലകളിലേക്ക് മാറ്റിയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പുതിയ ചില നീക്കങ്ങൾ, നിർണായക നീക്കങ്ങൾ ഇന്ത്യൻ അതിർത്തിയിൽ പാകിസ്ഥാനിലെ ഭീകര സംഘടനകൾ നടത്തുന്നത്. അതിന്റെ ഏറ്റവും നിർണായകമായ തെളിവുകൾ ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നു. ഇന്ത്യൻ സൈന്യം സജീവമായ നിരീക്ഷണത്തിലാണ്. ഇന്ത്യയുടെ റഡാറിൽ പാകിസ്ഥാന്റെ ഭീകര നീക്കം തെളിഞ്ഞിരിക്കുന്നു. പാകിസ്ഥാന്റെ ഭീകര പ്രവർത്തനം ഇന്ത്യയുടെ റഡാർ കണ്ടെത്തിയിരിക്കുന്നു. പാക് അധീന കാശ്മീരിലെ പാകിസ്ഥാൻ ഭീകരന്മാരുടെ നീക്കങ്ങൾ ഇന്ത്യ ഒപ്പിയെടുത്തിരിക്കുന്നു എന്നുള്ള ഏറ്റവും നിർണായകമായ വാർത്തയാണ് പുറത്തു വരുന്നത്. ലഷ്കർ ഇ തോയ്ബയുടെ ഏറ്റവും നിർണായകമായ നീക്കത്തെ ഇന്ത്യ പിടിച്ചടക്കിയിരിക്കുന്നു. ഇന്ത്യൻ സൈന്യം അതിർത്തിയിലേക്ക് നീങ്ങി തുടങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. ഇനി ഒരു പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ ഇന്ത്യ തിരിച്ചടിക്കുമെന്ന കാര്യം ഉറപ്പായിരിക്കുന്നു. പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങൾ തകർക്കാൻ ഇന്ത്യയുടെ നിർണായക നീക്കം എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. പാകിസ്ഥാൻ അതിർത്തിയിലേക്ക് ഇന്ത്യൻ സൈനിക നീക്കം വീണ്ടും ഓപ്പറേഷൻ സിന്ദൂർ 2.0 ഇന്ത്യ ആരംഭിക്കാൻ പോവുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും പറഞ്ഞതുപോലെ ഓപ്പറേഷൻ സിന്ദൂർ ഞങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല, താൽക്കാലികമായി ഞങ്ങൾ നിർത്തിവച്ചിരിക്കുകയാണ്. ആ നിർത്തിവെച്ച ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ ഏത് നിമിഷം വേണമെങ്കിലും ആരംഭിക്കാമെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അതിർത്തിയിൽ പാകിസ്ഥാന്റെ പ്രകോപനം, പാകിസ്ഥാന് അതിശക്തമായി തിരിച്ചു നൽകാൻ ഇന്ത്യയുടെ നീക്കം, ഇന്ത്യ പാക് അതിർത്തിയിൽ സംഘർഷ സ്ഥിതി സംജാതമായിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. പാകിസ്ഥാനിലെ ഭീകര സംഘടനകൾ പാക് അധീന കാശ്മീരിൽ പുതിയ താവളങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന ഏറ്റവും നിർണായകമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആ താവളങ്ങളെ ഇന്ത്യയുടെ റഡാറുകൾ കണ്ടെത്തിയിരിക്കുന്നു. ഇന്ത്യയുടെ സൈനിക നിരീക്ഷണം കൂടുതൽ ശക്തമാക്കിയിരിക്കുന്നു. പാകിസ്ഥാന്റെ ഇത്തരം താവളങ്ങളെ, ഭീകര താവളങ്ങളെ ആക്രമിച്ചില്ലാതാക്കാനുള്ള ഇന്ത്യയുടെ നീക്കം സജീവമായിരിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ രണ്ടാം ഘട്ടം ഏത് സമയവും ആരംഭിക്കുമെന്നുള്ള ഏറ്റവും നിർണായകമായ വാർത്തയാണ് അതിർത്തികളിൽ നിന്ന് പുറത്തു വരുന്നത്.